ഫരീദാബാദ് ജെയ്ഷെ മുഹമ്മദ് മൊഡ്യൂളിനെ അതിവേഗത്തിൽ തകർത്തതിലൂടെ ഭാരതം മറികടന്നത് വൻ ദുരന്തമാണ്. ഡൽഹിയിൽ സ്ഫോടന പരമ്പര നടത്താനായിരുന്നു കൊടും ഭീകരർ ലക്ഷ്യമിട്ടത്. എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ കശ്മീരിലെ ഷോപ്പിയാനിലെയും ഹരിയാന ദൌജിലെയും 2 മുസ്ലിം മത പുരോഹിതന്മാരും. ഫരീദാബാദിലെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഭീകരവാദ മൊഡ്യൂളിന്റെ ഉറവിടമന്വേഷിച്ച ഏജൻസികൾ 2 ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കാണ് ചെന്നെത്തിയത്. ഫർസന്ദാൻ എ ദാറുലുലൂം എന്ന ഗ്രൂപ്പും പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് നിയന്ത്രിക്കുന്ന മറ്റൊരു ഗ്രൂപ്പുമാണ് ഇവ. ഈ ഗ്രൂപ്പിലൂടെയാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ ഉൻ നബിയും കൊടും ഭീകരരെ മുഴുവൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ ഷോപ്പിയാനിലെ മുസ്ലിം മതപണ്ഡിതൻ ഇർഫാൻ അഹമ്മദ് വാഗഹും അടുക്കുന്നത്. ആദ്യകാല ചർച്ചകൾ കശ്മീരിന്റെ സ്വാതന്ത്ര്യവും കശ്മീരികളോടുള്ള പീഡനവും ആയിരുന്നെങ്കിൽ പിന്നീടത് ഗ്ലോബൽ ജിഹാദ് എന്നതിലേക്ക് വഴിമാറി. ഗ്രൂപ്പിൽ സജീവമായ പാക് ഹാൻഡ്ലർമാർ തുർക്കിയിലേക്ക് നടന്ന വിദേശയാത്രയ്ക്കിടെ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി അടുക്കുകയും ഫരീദാബാദ് ഭീകര മൊഡ്യൂൾ രൂപം കൊള്ളുകയും ചെയ്തു. തുർക്കിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമാണ് ഈ ഗ്രൂപ്പ് ഇന്ത്യയിലുടനീളം പ്രവർത്തനം വ്യാപിപ്പിച്ചത്. അതേസമയം ജെയ്ഷെ മുഹമ്മദ് നിർദ്ദേശപ്രകാരം ഡോക്ടർ മുസമ്മിൽ ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലും ഡോക്ടർ ആദിൽ സഹറൻപൂരിലും നിയമിതരായി. മറ്റംഗങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിക്രൂട്ട്മെന്റിനും ലോജിസ്റ്റിക്സിനും വേണ്ടി വിന്യസിക്കപ്പെട്ടു. ഫരീദാബാദ് മൊഡ്യൂളിന് ദൌജ് ഗ്രാമത്തിൽ എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തതും ഒരു മുസ്ലിം മതപണ്ഡിതനാണ്. മുഹമ്മദ് ഇസ്താഖ് എന്നാണ് ഇയാളുടെ പേര്. ഈ മൊഡ്യൂളുമായി നേരിട്ടോ പരോക്ഷമായോ ബന്ധമുണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഏജൻസികൾ ഇപ്പോൾ. ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ച് ഡോക്ടർ ഉമർ, ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ ഷാഹിൻ എന്നിവരടങ്ങുന്ന സംഘം ഏകദേശം 9 മുതൽ 10 പേരടങ്ങിയ ഭീകര ലോജിസ്റ്റിക് നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നു. ഇതിൽ 5 മുതൽ 6 പേർ വരെ ഡോക്ടർമാരാണ്. ഇവർ പ്രൊഫഷണൽ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ സമാഹരിക്കാനും അവ അസംബിൾ ചെയ്യുകയും നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇനിയും 300 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് കണ്ടെത്താനുണ്ട്. സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന 2 വാഹനങ്ങളും 2 ഭീകരരും കാണാമറയത്തു തന്നെ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.